കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാ മഹത്വത്തിനും യോഗ്യൻ, ബഹുമാനം ജ്ഞാനവും ശക്തിയും സ്തുതികളും ആരാധന യേശുവേ. എല്ലാ മഹത്വത്തിനും യോഗ്യൻ, ബഹുമാനം ജ്ഞാനവും ശക്തിയും സ്തുതികളും ആരാധന യേശുവേ. All glory, all power, all praises and honor, you're worthy, O Lord, you reign forever. Wisdom and love, all praises you deserve, you're worthy, O Lord, you reign forever. All glory, all power,
വാഴുക നീ എന്നെന്നും, വാഴുക നീ എന്നും, വാഴുക നീ എന്നെന്നും. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യജീവിതം ഒത്തിരിയേറെ അപ്രതീക്ഷിതമായ മുഹൂർത്തങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ്. ഞാൻ ഓർക്കുകയാണ്, 2 ദിവസങ്ങൾക്ക് മുൻപ് അടുത്തുള്ള ഒരു ദേവാലയത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്. 1 മണിക്കൂറുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ വികാരി അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ഇടവകക്കാരും എല്ലാവരും പറയുന്നു, ഒരു മനുഷ്യന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അദ്ദേഹം കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയതാണ്. എന്നാൽ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ആ മനുഷ്യനെ കാണുവാനില്ല. 3 ദിവസങ്ങളായി അന്വേഷിക്കുന്നു, പക്ഷേ യാതൊരുവിധ അറിവുമില്ല. അദ്ദേഹം കടലിൽ പോയി അവിടെ വെച്ച് കാണാതായി എന്നത് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത കാര്യം, അദ്ദേഹം എപ്പോഴും മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുമ്പോൾ കടലിലേക്ക് ഇറങ്ങുകയും ആഴങ്ങളിലേക്ക് പോവുകയും അങ്ങനെ നീന്തൽ പരിചയമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നിട്ടും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ, പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട് കാണും എന്ന ചിന്തയാൽ കഴിയുന്ന ഒരു ജനത. 2-3 ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെയുള്ള 2 വൈദിക വിദ്യാർത്ഥികൾ അവരുടെ സീനിയർ വൈദിക വിദ്യാർത്ഥിയായ തിയോളജി 2ാം വർഷം പഠിക്കുന്ന ഒരു സഹോദരനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോയിട്ട് തിരികെ എത്തി. പൗരോഹിത്യത്തിന് വെറും 2 വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തെ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹം ഒത്തിരിയേറെ നിരാശയിൽ, സംസാരിക്കുവാൻ പോലും കഴിയാതെ ബുക്കിൽ എഴുതി കാണിക്കുന്നു, നേഴ്സുമാരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ നശിപ്പിക്കുവാനായിട്ട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വൈദിക വിദ്യാർത്ഥി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്ഷണികമാണ്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവും നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെ 35 മുതൽ
48 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നമുക്ക് കുറേ സൂചനകൾ നൽകുന്നുണ്ട്. കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ അരമുറുക്കി വിളക്ക് കത്തിച്ച് കാത്തിരിക്കുവിൻ. വീണ്ടും കർത്താവ് പറയുന്നു, വിവാഹത്തിന് പോയിട്ട് തിരികെ എത്തുന്ന യജമാനൻ വന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുവാൻ തക്കവിധം ജാഗ്രതയോടെ ആയിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ ആയിരിക്കുവിൻ നിങ്ങൾ. വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഒരു ഗൃഹനാഥൻ കള്ളൻ എപ്പോഴാണ് വരുന്നതെന്നും തൻ്റെ സമ്പത്ത് മോഷ്ടിക്കുക എന്ന് അറിഞ്ഞിരുന്നാൽ അവൻ ഉറക്കമുളച്ച് കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് ഈശോ നമ്മളെ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നു, അരമുറുക്കി കാത്തിരിക്കുവിൻ. ബൈബിളിൻ്റെ ഭാഷയിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, അരമുറുക്കുക എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യപുത്രനെ അന്വേഷിക്കേണ്ട, കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് കഴിയട്ടെ, നാളെയാകാം എന്ന് പറയുവാൻ നമുക്ക് സമയമില്ല. കർത്താവിനെ സ്വന്തമാക്കേണ്ട, കർത്താവിനെ അനുഭവിക്കേണ്ട സമയം ഇതാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പറയുന്നു, വിളക്കു കൊളുത്തി കാത്തിരിക്കുവിൻ. അതായത് രാത്രിയിൽ പോലും രാത്രിയാണോ പകലാണോ എന്ന വ്യത്യാസം കൂടാതെ കർത്താവിന് വേണ്ടി അന്വേഷിക്കേണ്ട, കർത്താവിനെ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് വചനം ഊന്നിപ്പറയുന്നത്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, 2 മാസമായിട്ട് ഞാനിപ്പോൾ തിബേരിയാസ് എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻ്ററിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഓരോ മാസവും ഓരോ ബാച്ചിലും 40ഉം 45ഉം പുരുഷന്മാര്, യുവാക്കള്, പിതാക്കന്മാര് വന്ന് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ചിന്ത, മനുഷ്യൻ ദൈവത്തെക്കുറിച്ചോ നവീകരണത്തെക്കുറിച്ചോ ബോധവാനല്ല. മറിച്ച് എൻ്റെ ശരീരത്തിന് സുഖം തരുന്ന, എൻ്റെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കുന്ന, ഈസിയാക്കുന്ന എല്ലാത്തിനെയും വാരി വിഴുങ്ങുവാൻ, എല്ലാത്തിനു പിന്നാലെയും പായുന്ന ഒരു ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുക എന്നുള്ള വസ്തുതയാണ് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അവർക്ക് മദ്യവും മയക്കുമരുന്നും അതാണ് ലഹരി. ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവസ്നേഹ ലഹരിയിലേക്ക് കടന്നു വരുവാനായിട്ട് മനുഷ്യന് സമയമില്ല. ഇന്ന് പല സ്ത്രീകളും എന്തുകൊണ്ട് ദേവാലയത്തിൽ വരുന്നില്ല, എന്തുകൊണ്ട് കുദാശകൾ ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഒത്തിരിയേറെ പ്രാരാബ്ധങ്ങളുണ്ട്, അധ്വാനിച്ചിട്ട് സമയമില്ല പള്ളിയിൽ വരാനായിട്ട്, എനിക്ക് 1-2 കുഞ്ഞുങ്ങളുണ്ട്, അവരെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് സാധ്യമല്ല, സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒത്തിരിയേറെ ന്യായങ്ങൾ പറയുന്നു. ഇവിടെയാണ് വചനത്തിൻ്റെ പ്രശസ്തി. യജമാനൻ ഒത്തിരിയേറെ പേരെ തൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ വിരുന്നിന് സമയമായപ്പോൾ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു. അവരെല്ലാം പറഞ്ഞു, ഞാൻ പുതിയ കാളയെ വാങ്ങിച്ചിരിക്കുന്നു, എനിക്ക് അതിനെ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ വിവാഹം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് വരുവാനായിട്ട് സമയമില്ല. വിരുന്നൊരുക്കിയ രാജാവ് ഭൃത്യന്മാരോട് പറയുന്നു, എങ്കിൽ നിങ്ങൾ വഴിക്കവലകളിലേക്ക് പോയിട്ട് അവിടെ കാണുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവിൻ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെയും ശരീരത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പിന്നാലെ പായുമ്പോൾ നമുക്കും സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ്, മനുഷ്യപുത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവനെ സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. വീണ്ടും വചനം നമ്മളോട് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു ഗൃഹനാഥൻ കള്ളനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് പോലെ നമ്മൾ കാത്തിരിക്കുവിൻ. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അനർത്ഥമായിട്ടുള്ള, നമുക്ക് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി അന്വേഷിക്കുകയും കർത്താവിനെ സ്വന്തമാക്കുകയും ചെയ്യേണ്ട ആവശ്യകത നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കാലം
ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. കാലം കടന്നു പോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ രക്ഷ സാധ്യതമാകേണ്ട സമയം, നിമിഷം ഇതാണ്. ഒത്തിരിയേറെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവുമൊക്കെ അനുഭവിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ, വയസ്സാകുമ്പോൾ കുറച്ച് കൊന്ത ചൊല്ലി എല്ലാ ദിവസവും പള്ളിയിൽ പോയി രക്ഷ സാധ്യമാക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് നമ്മുടെ വ്യർത്ഥ മോഹമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിങ്കലേക്ക് തിരിച്ചു വരാം. നമ്മുടെ സമയം ഇതാണ്. കൂദാശകളെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഒക്കെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് കർത്താവിനെ അനുഭവിക്കാം. രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒപ്പം നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് പോലെ തന്നെ രണ്ടാമത്തെ ഒരു വശം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മാമോദീസ എന്ന കൂദാശയിലൂടെ ആരൊക്കെ ഒരു കത്തോലിക്കനായിട്ട് മാറുന്നു അവർക്കെല്ലാവർക്കും സുവിശേഷത്തിൻ്റെ സന്തോഷം ലോകവുമായിട്ട്, മറ്റു മനുഷ്യരുമായിട്ട് പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒത്തിരിയേറെ തിന്മകളുടെ ലോകത്തിലാണ് മനുഷ്യനിന്ന് കടന്നു പോകുന്നത്. നമ്മുടെ പത്രങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ പ്രഭാതത്തിലും വായിക്കുവാനായിട്ട് എടുക്കുമ്പോൾ നമ്മളെ ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുകയാണ്. അക്രമവും വിദ്വേഷവും കാരണം പരസ്പരം ഒരു സ്നേഹമോ കരുണയോ ഒന്നുമില്ലാതെ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു ലോകം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിൽ പോലുമൊക്കെ അപരൻ്റെ നന്മ ആഗ്രഹിക്കാതെ അവന് വേണ്ടി മദ്യവും മയക്കുമരുന്നുമെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, അതിൻ്റെ ഏജൻസായിട്ട് മാറുന്ന മനുഷ്യര്. ലൈംഗികതയെ, ദൈവത്തിന് ദാനമായ ലൈംഗികതയെ ഇന്ന് ചൂഷണം ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഭാര്യയും മക്കളെയും പെങ്ങാമാരെയും അമ്മമാരെയും പോലും അവരുടെ ശരീരത്തെ ദുരുപയോഗം ചെയ്യുന്ന, അവരെ വിൽക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അവിടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം, ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ എന്താണെന്ന് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുള്ള സമയമിതാ ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ, അത് എൻ്റെ ലോകത്തിന്, എൻ്റെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കിന്നുണ്ട്. നമ്മളിവിടെ ഭയത്തോടു കൂടി കാണുന്ന ഒരു കാര്യം, മനുഷ്യനിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നത് അവൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നിവർത്തിയാക്കുവാൻ വേണ്ടിയാണ്. കാര്യം ശരിയാണ്. ഒത്തിരിയേറെ മനുഷ്യരിന്ന് ധ്യാന കേന്ദ്രങ്ങളിലേക്കും പള്ളികളിലേക്കുമൊക്കെ ഓടിക്കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഈശോയെ അനുഗമിച്ച വ്യക്തികളോട് ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? തന്നെ അനുഗമിച്ച വ്യക്തികളുടെ മനസ്സ് വായിച്ചിട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം ഈശോയ്ക്ക് മനസ്സിലായി, താൻ 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, ഒത്തിരിയേറെ രോഗികൾക്ക് സൗഖ്യം പകർന്നു. അതുകൊണ്ട് ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു രസിക്കുവാൻ, അപ്പം കിട്ടുവാനായിട്ട് ഒത്തിരിയേറെ മനുഷ്യര് തന്നെ അനുഗമിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഇന്ന് ലോകത്തിൽ ഒത്തിരിയേറെ മനുഷ്യര് പള്ളികളിലേക്ക് കയറുന്നത്, ധ്യാന കേന്ദ്രത്തെ സമീപിക്കുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നിവർത്തിയാക്കുവാൻ വേണ്ടിയാണ്. അവിടെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ കരുണ, ഈശോ നൽകുന്ന സന്തോഷം അത് എന്താണെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുവാൻ, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് ഒത്തിരിയേറെ മനുഷ്യര് കുടുംബങ്ങൾ ഉപേക്ഷിച്ച്, ജോലി പോലും ഉപേക്ഷിച്ച് വചനം പങ്കുവയ്ക്കുന്ന ഒത്തിരിയേറെ നല്ല വചനപ്രഘോഷകര്, വൈദികര്, സന്യസ്തര്, അൽമായര് നമുക്കിന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലരാണെങ്കിൽ പോലും ഇന്ന് വചനപ്രഘോഷണത്തെ ഒരു സമ്പാദനത്തിന് വേണ്ടി പണമുണ്ടാക്കുന്ന, ഒരു പ്രശസ്തി ഉണ്ടാക്കുന്ന ഒരു ഉപാധിയായിട്ട് കാണുന്നവരും ഇന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഇന്ന് ധ്യാനങ്ങൾ വെച്ചാൽ വചനം പ്രഘോഷിക്കുവാനായിട്ട് വചനപ്രഘോഷകരെ കിട്ടുന്നില്ല. കാരണം
ഒത്തിരിയേറെ പ്രശസ്തരായിട്ടുള്ള വചനപ്രഘോഷകര് വചനം പങ്കുവച്ച വേദിയിൽ ഞാൻ പങ്കുവച്ചാൽ അതിന് വിലയുണ്ടാകില്ല എന്ന് പേടിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യര്, ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തലയൽപ്പം നരക്കണം എന്ന് പറയുന്ന ഒത്തിരിയേറെ മനുഷ്യര്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് വചനപ്രഘോഷണത്തിന്റെ പ്രശസ്തി. എൻ്റെ പ്രശസ്തിയല്ല, എൻ്റെ മഹത്വമല്ല, മറിച്ച് എന്നെ സ്നേഹിച്ച, എനിക്ക് രക്ഷ നേടുവാൻ വേണ്ടി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച ഈശോയുടെ സ്നേഹത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, അത് പകർന്നു കൊടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വചനം പ്രഘോഷിക്കുവാൻ, ജീവിതം കൊണ്ട് വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ 12-ാം അധ്യായം 35 മുതൽ 48 വരെയുള്ള വചനത്തിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇതാണ് രക്ഷയുടെ നിമിഷം എന്ന് മനസ്സിലാക്കി ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഒപ്പം എൻ്റെ സഹോദരനെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള വലിയ യജ്ഞത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. മാർപ്പാപ്പ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, കത്തോലിക്കൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് വചനപ്രഘോഷണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അവിടെ സുവിശേഷത്തിന് സന്തോഷം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ സന്തോഷം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും എത്തട്ടെ, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പിക്കൊണ്ട് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ കർത്താവേ, നീ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവെ, ആ സ്നേഹത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ആ ഈശോയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാനും ആ സ്നേഹത്തിൻ്റെ അനുഭവം ലോകത്തിന് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ സ്നേഹത്തിന് ലഹരിയേക്കാൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലൈംഗികതയുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും ലഹരിയിൽ അമരുന്ന ലോകത്തെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും അങ്ങ് ഒരുക്കണമേ. അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ലോകം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ. ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകമറിയുവാൻ കർത്താവ് നീ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വചനപ്രഘോഷണത്തിന് വേണ്ടി, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.